ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് സങ്കീർത്തനം 7 നിന്നാണ്. സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ ബെന്യാമീനായ കൂശിന്റെ വാക്കുകൾ നിമിത്തം ദാവീദ് യഹോവയ്ക്ക് പാടിയ വിഭ്രമഗീതം. ബെന്യാമീനായ കൂശ് എന്ന് ഇവിടെ പറയുന്നത് ശൗലിനെ തന്നെയാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. വിഭ്രമഗീതമാണ്. വിഭ്രമഗീതം എന്താണെന്നുള്ളതിനൊരു വ്യക്തതയില്ലെങ്കിലും വേദപുസ്തകത്തിൽ വിഭ്രമഗീതം എന്ന് പറയുന്ന തലക്കെട്ടോടുകൂടിയുള്ള ചില എഴുത്തുകളുണ്ട്. പ്രവാചകനായ ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം, അവിടെ അത് ഒരു വിഭ്രമഗീതമാണ്. എന്താണ് വിഭ്രമഗീതം? കടുത്ത മാനസികമായ സംഘർഷങ്ങൾ, പിന്തുടർന്ന് പിടിക്കുവാനായിട്ട് ശത്രുക്കൾ പുറകെ വരുന്ന സാഹചര്യങ്ങൾ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. അപ്പം ഇത്തരത്തിലുള്ള കഠിനമായ പ്രതിസന്ധികളുടെ വേളകളിൽ ദൈവസന്നിധിയിൽ സംരക്ഷണത്തിനായിട്ടും ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായിട്ടുമൊക്കെ ദൈവഭക്തന്മാർ പാടിയ പാട്ടുകൾ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനാ ഗാനങ്ങളാണ് വിഭ്രമഗീതങ്ങൾ എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ ചില വാക്കുകൾ ഈ ദാവീദ് കടന്നുപോയ സാഹചര്യത്തിൻ്റെ ആ ഒരു വ്യക്തത നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, വേട്ടയാടുന്ന ശത്രുക്കൾ, സിംഹം പോലെ കീറിക്കളയുവാനായിട്ട് വരുന്നവർ, നടന്നു പോകുന്ന വഴികളിൽ വലിയ വാരിക്കുഴികൾ കുഴിച്ച് എങ്ങനെയെങ്കിലും വീഴ്ത്തിക്കളയുവാനായിട്ട് ശ്രമിക്കുന്നവർ. ഇതൊരു ചെറിയ പ്രശ്നമല്ല, ഒരു വലിയ പ്രതിസന്ധിയാണ്. ചില പ്രശ്നങ്ങളെ നമുക്ക് സ്വയമായി തരണം ചെയ്തു പോകുവാനായിട്ട് കഴിയും. പക്ഷെ ചിലതെല്ലാം നമ്മുടെ പരിധിക്കും നമുക്ക് സഹിക്കാവുന്നതിനും നമുക്ക് തരണം ചെയ്യാവുന്നതിനുമൊക്കെ അപ്പുറമാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സഹായത്തിനായിട്ടുള്ള കൃപ ദൈവത്തോട് ചോദിക്കുക. ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. വേദപുസ്തകത്തിലെ ദൈവഭക്തന്മാരെല്ലാം തന്നെ എടുത്തുകൊള്ളുക, അവരെല്ലാം അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരതിൽ നിന്ന് ഓടി ഒളിക്കുകയോ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയോ ദൈവത്തോട് പിറുപിറുക്കുകയോ അല്ല ചെയ്തത്. ജീവിതം അവസാനിപ്പിക്കുകയല്ലായിരുന്നു അവർ ചെയ്തത്. കരുണയ്ക്കായിട്ട്, കൃപയ്ക്കായിട്ട്, സഹായത്തിനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്. ഏറ്റവും വ്യക്തമായ ഒരു തെളിവ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു പഠിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാൻ കൃപാസനത്തോടടുത്ത് ചെല്ലുക. അവിടുത്തെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? തൽസമയത്ത് സഹായത്തിനുള്ള കൃപ. എന്താണ് ഈ തൽസമയത്ത് സഹായത്തിനുള്ള കൃപ? ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളായിരിക്കില്ല നാളെ നേരിടുന്നത്. കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നാൽ അടുത്ത മാസം നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നാം എത്തിച്ചേരുന്ന സാഹചര്യങ്ങളല്ല ഇന്നത്തേത്. അന്ന് വിശേഷമായ ദൈവകൃപയും ദൈവത്തിന്റെ സഹായവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ തരണം ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അതാണ് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ. അത് തരാൻ ദൈവം തയ്യാറാണ്. പക്ഷേ ദാവീദൊക്കെ ചെയ്തതുപോലെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. ഇത് ഒരു പ്രാർത്ഥനയാണ്. 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് ദാവീദിന്റെ പ്രാർത്ഥനകൾ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. യഹോവയെ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ. പദം ശ്രദ്ധിച്ചോ? എന്നെ ആക്രമിക്കുന്നുവെന്നല്ല, എന്നെ ഉപദ്രവിക്കുന്നുവെന്നല്ല, എന്നെ വേട്ടയാടുന്നവർ. എന്താണ് ആക്രമണവും വേട്ടയാടലും? വേട്ടയാടൽ അതിവൈദഗ്ധ്യത്തോടെ ചെയ്യുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വേട്ടമൃഗത്തെ എങ്ങനെയാണ് ഒരു വേട്ടക്കാരൻ അതിനെ ബുദ്ധിയോടെ അല്ലെങ്കിൽ ഒരു പഴുതടച്ച് അതിനെ പിടിക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത് പോലെ ദാവീദിനെ പിടിക്കുവാൻ ശൗല് ഒരുപാട് കുതന്ത്രങ്ങൾ മെനഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെ വേട്ടയാടുന്ന ചില അനുഭവങ്ങളുണ്ട്. ചില മനുഷ്യർ നമ്മളെ വേട്ടയാടും. ചിലപ്പോൾ പിശാച് നമ്മളെ വേട്ടയാടും. വേട്ടയാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലർ പറയത്തില്ലേ, സ്വപ്നത്തിൽ പോലും വേട്ടയാടുന്നെന്ന്. സത്യമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടാകും. സിംഹം എന്ന പോലെ കീറിക്കളയും. ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു കരടിയുടെ കാര്യമോ കുറുക്കന്റെ കാര്യമോ അല്ല, സിംഹമാണ്. എന്താണ്? ഒരു സിംഹത്തിന്റെ കയ്യിൽ ഒരു ഇരയെ കിട്ടിയാൽ ഒരിക്കലും അതിന്റെ കൈകളിൽ നിന്നത് രക്ഷപ്പെടത്തില്ല. സിംഹം തൻ്റെ ഇരയെ ലക്ഷ്യം വെച്ചാൽ ഒരിക്കലും ആ ഇര രക്ഷപ്പെട്ടു പോകാതെ പഴുതടച്ചുള്ള കരുത്തോടെയുള്ള ആക്രമണമാണ് സിംഹം ചെയ്യുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങണമെന്ന് വെച്ച് അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ സിംഹത്തെ പോലെ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ട്, പിശാചുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും പല്ലിനും
വായിക്കുമൊന്നും നമ്മളെ ഇരയാക്കി കൊടുക്കാതെ നമ്മളെ ദിനംതോറും കരുതി വഴി നടത്തുന്ന ഒരു നല്ല കർത്താവുണ്ട്. മൂന്നാമത്തേത് കുഴി കുഴിക്കുന്നവരാണ്. 15-ാമത്തെ വാക്യത്തിൽ അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു. നോക്കുക, വലിയ വാരിക്കുഴികൾ തീർത്താണ് കാട്ടിലെ കരുത്തുറ്റ മൃഗമായ ആനയെ പോലും വീഴ്ത്തുന്നത്. അങ്ങനെയൊക്കെ നാം അറിയാതെ നമ്മുടെ വഴിത്താരകളിൽ ചതിക്കുഴികളും വഞ്ചനയുടെ കുഴികളും ഒരിക്കലും രക്ഷപ്പെടാതെ വണ്ണം നമ്മുടെ കാലടികളിൽ, നമ്മുടെ കാൽപാദങ്ങളുടെ കീഴിൽ പോലും വലിയ കുഴികൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ മുൻപിലുണ്ടാകാം. പക്ഷേ കുഴിച്ച കുഴിക്കകത്ത് ആ കുഴി ഉണ്ടാക്കുന്നവനെ വീഴ്ത്തുന്ന ഒരു ദൈവമുണ്ട്. നീതിയോടെ ന്യായം വിധിക്കുന്ന ന്യായാധിപതിയായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ സഹായത്തിനായിട്ടുള്ള കൃപ തക്ക സമയത്ത് പ്രാപിക്കുവാനായിട്ട് നമുക്ക് അടുത്ത് ചെല്ലാം എന്നുള്ളതാണ്. അപ്പോൾ 1-2 വാക്യങ്ങൾ ദാവീദിന്റെ പ്രാർത്ഥനയാണ്. ഇനിയും 3, 4, 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ ചില ഏറ്റുപറച്ചിലുകൾ നടത്തുകയാണ്. ഏറ്റുപറച്ചിലുകൾ എന്താ? ദൈവമേ, എൻ്റെ കയ്യിൽ നീതികേടുണ്ടെങ്കിൽ, എൻ്റെ ബന്ധുവായവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ശത്രു എന്നെ പിടിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദേശങ്ങളിലെല്ലാം പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ കൈകൾ വെടിപ്പുള്ള കൈയായിരിക്കണം. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ നിരൂപണങ്ങൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ ഒരാൾക്ക് ദോഷം ചെയ്യാൻ പോകരുത്. വേദപുസ്തകത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്ന ഭാഗങ്ങളാണ്, നിന്നോട് ദോഷം ചെയ്യാത്തവനോട് നീ ദോഷം ചെയ്യുവാനായിട്ട് പോകരുത്. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന, മറ്റുള്ളവരുടെ മാനത്തെ തള്ളിയിടുന്ന പ്രവർത്തികൾ, അതേ ദുഷ്പ്രചരണങ്ങൾ, അപവാദങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകരുത്. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നീതികേടുണ്ടെങ്കിൽ അങ്ങേക്ക് എന്നെ ശിക്ഷിക്കാം. നോക്കുക, എത്ര ധൈര്യത്തോടെ ആ ദൈവമനുഷ്യനത് പറയാനായിട്ട് കഴിയുന്നു. നമുക്കിങ്ങനെ ദൈവസന്നിധി പറയാൻ പറ്റുമോ? നമ്മുടെ കൈകളിൽ നീതികേടില്ല, എൻ്റെ കൈകൾ വെടിപ്പുള്ള കൈകളാണ്, ദൈവസന്നിധിയിൽ എനിക്ക് പ്രാഗൽഭ്യമുണ്ടെന്ന് എത്ര പേർക്ക് ഈ കാലഘട്ടങ്ങളിൽ പറയുവാനായിട്ട് കഴിയും? നാം നമ്മളെ തന്നെ ഒന്ന് സ്വയം പരിശോധിക്കുക, ശോധന ചെയ്യുക. നമ്മുടെ വാക്കുകൾ മൂർച്ചയുള്ള വലിയ വാളുകൾ പോലെയാകരുത്. മറ്റുള്ളവരെ നിന്ദിച്ച്, മറ്റുള്ളവരെ പരിഹസിച്ച്, മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മാനത്തെ തള്ളിയിടുന്ന ദുഷ്പ്രചരണങ്ങൾ, അപമാനത്തിന്റെ വാക്കുകളൊക്കെ നമ്മുടെ വായിൽ നിന്ന് ഒരു കാരണവശാലും പുറപ്പെടാനായിട്ട് പാടില്ല. വേദപുസ്തകം എന്താണ് പറയുന്നത്? നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും നാം പകരം ചെയ്യുവാനായിട്ട് പോകരുത്. നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രശ്നങ്ങൾ നാം ദൈവത്തോട് പറയുക. അടുത്തത് 8, 7, 8 വാക്യങ്ങളിലൊക്കെ ദൈവം ഉണർന്നു വരുവാനായിട്ടുള്ള പ്രാർത്ഥനകളാണ്. ദൈവമേ, അവിടുന്ന് ഉണർന്നു വരണമേ. ദൈവമേ, എനിക്ക് വേണ്ടി ന്യായം വിധിക്കണമേ. അവിടുന്ന് ഹൃദയങ്ങളെയും അന്തരേന്ദ്രങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാണ്. ഇതെല്ലാം പ്രാർത്ഥനകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഈ നാളുകളിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്. ദൈവം മുമ്പാകെ കരയുന്നവൻ ലോകത്തിന്റെ മുമ്പിൽ കരയേണ്ടി വരത്തില്ല. ദൈവം മുമ്പാകെ മുട്ടുമടക്കുന്നവൻ ലോകത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരികയില്ല. ദൈവം മുമ്പാകെ കൈകൾ മലർത്തി ആവശ്യത്തിനായി യാചിക്കുന്നവൻ, കേഴുന്നവൻ ലോകമനുഷ്യന്റെ മുമ്പിൽ പോയി അപഹാസ്യനായി ആവശ്യത്തിന് വേണ്ടി അവൻ ഒരിക്കലും നിൽക്കേണ്ട വരത്തില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രാർത്ഥനയുടെയൊക്കെ ആ രുചിയും ശക്തിയും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കൊള്ളുക. 10-ാമത്തെ വാക്യം, എൻ്റെ പരിച ദൈവത്തിന്റെ പക്കലുണ്ട്, അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. നമ്മുടെ പരിച ദൈവമാണ്, നമ്മുടെ സംരക്ഷണം ദൈവമാണ്. അടുത്തത്, ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ഇവിടുത്തെ നീതിന്യായ ഭരണ സംവിധാനങ്ങളൊക്കെ കറ പുരണ്ടതുപോലെയാണ്, ഇല്ലേ? കുറ്റമറ്റതല്ല, അവരുടെ വിധികളൊന്നും സത്യമല്ല. ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കന്യാസ്ത്രീകൾ അടക്കമുള്ളവരൊക്കെ ഈ രാജ്യത്ത് ജനാധിപത്യമെന്ന് നാം കൊട്ടിഘോഷിച്ചുയർത്തിപ്പിടിക്കുന്ന ഈ രാജ്യത്ത് തന്നെ എത്രയോ നമ്മുടെ പ്രിയപ്പെട്ടവർ കഷ്ടങ്ങളും സങ്കടങ്ങളും വേദനകളും അനുഭവിക്കുന്നു. ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളൊന്നും കുറ്റമറ്റതല്ല, അതൊക്കെ കളങ്കമുള്ളതാണ്. എന്നാൽ വചനം പറയുന്നത് നീതിയോടെ ന്യായം വിധിക്കുന്ന ന്യായാധിപതിയായ ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ കാര്യങ്ങൾ തീർത്തു തരുന്ന ദൈവമാണ്. തക്ക സമയത്ത് നമുക്ക് വേണ്ടി നീതിപൂർവമായ വിധികൾ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അടുത്തത് 12, 13, 14 വാക്യങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ദൈവം തൻ്റെ വാളിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.
മടങ്ങി വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു കഴിയുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, സദാകാലവും ദൈവത്തിന്റെ ആത്മാവ് വാദിക്കത്തില്ല. ഇത്തരത്തിലുള്ള സന്ദേശങ്ങളിലൂടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് ആഹ്വാനം തരികയാണ്. ദുഷ്ടൻ തന്റെ ദുഷ്ടതകളും പാപി തന്റെ പാപത്തിന്റെ വഴികളും ഒക്കെ വിട്ട് ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് മനം തിരിയുവാൻ ദൈവം നമുക്ക് നൽകുന്ന മനോഹരമായ അവസരങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ മടങ്ങി വരികയും താഴ്മയോടെ ദൈവത്തെ നാം ആരാധിക്കുകയും ചെയ്യേണ്ടതാകുന്നു. 15-ാമത്തെ വാക്യം, അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അവന്റെ വേണ്ടാധീനം അവന്റെ തലയിലേക്ക് തിരിയും, അവന്റെ ബലാത്കാരം അവന്റെ നെറുകയിൽ തന്നെ വീഴും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വേണ്ടാധീനമൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അതെല്ലാം അവരുടെ നേരെ തിരിയും. കുഴി കുഴിച്ച് ഉണ്ടാക്കുന്നവരുണ്ടല്ലോ, ഞങ്ങൾ ബുദ്ധിമാന്മാരാണ്, കഴിവുള്ളവനാണ്, എങ്ങനെ ഞങ്ങൾ വീഴ്ത്തി കാണിക്കാം. ചിലരൊക്കെ പറയുന്നത് പണി കൊടുക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ആ കുഴികളിൽ അവർ തന്നെ വീഴുമെന്നുള്ളതാണ് സത്യം. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഏറ്റവും ഒടുവിൽ, ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യും. ഈ സങ്കീർത്തനം ശൗലിന്റെ മുൻപിൽ നിന്ന് ദാവീദിനുണ്ടായ ശൗലിന്റെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്ന വലിയ പ്രതിസന്ധികളുടെ മുമ്പിൽ ദാവീദ് എഴുതിയതാണ്, ഇല്ലേ? എത്രയോ വേളകളിൽ ശൗലിന്റെ കൈകളിൽ നിന്ന് ദാവീദ് രക്ഷപ്പെട്ടു. പക്ഷെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ശൗലിന്റെ വാളാൽ വീഴുവാൻ, ശൗലിന്റെ കൈയാൽ വീഴുവാൻ ദൈവം സമ്മതിച്ചില്ല. തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങളും വേദനകളും പ്രതിസന്ധികളും വേട്ടയാടുന്ന ശത്രുക്കളും പിന്തുടരുന്ന പിശാചും സിംഹം പോലെ കയ്യിൽ കിട്ടുവാൻ കീറിക്കളയാൻ നിൽക്കുന്ന വൈരികളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ സിംഹത്തിന്റെ വായിൽ നിന്ന് പോലും നമ്മെ രക്ഷിക്കുന്ന ദൈവമുണ്ട്. പൗലോസ് പറഞ്ഞ വാക്കുകൾ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചെന്നാണ്. അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്ന ദൈവമുണ്ട്. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് വീണ്ടും പുതിയ സന്ദേശങ്ങളുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.